ഹായ്, ഇന്ന് നമ്മൾ കാറ്ററിംഗ് റെസ്റ്റോറൻറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട GST നിയമവശങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. സാധാരണയായി നമ്മുടെ അടുത്ത് പുതുതായിട്ട് രജിസ്ട്രേഷൻ എടുക്കാൻ വരുന്ന ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരോ ആയിരിക്കും. പക്ഷെ അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. GST രജിസ്ട്രേഷൻ എപ്പോൾ എടുക്കണം, എൻ്റെ സെയിൽസ് ഇത്രയേ ഉള്ളൂ, എനിക്കിത് എടുക്കണോ, വലിയ എമൗണ്ട് പ്രോഫിറ്റ് ഇല്ല, ഞാൻ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇനി ഞാൻ കുറേ സാധനങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ആ അടച്ച റീഫണ്ട് എനിക്ക് തിരിച്ചു കിട്ടുമോ എന്നൊക്കെയാണ് പലരുടെയും സംശയം. ഇങ്ങനെ കുറേ അധികം സംശയങ്ങളാണ് പുതുതായിട്ട് ബിസിനസ് ചെയ്യുന്നവരും ബിസിനസ് തുടങ്ങാൻ പോകുന്നവർക്കും GST ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത്. അതിൽ ഇന്ന് നമ്മൾ കാറ്ററിംഗ് ആൻഡ് റെസ്റ്റോറൻറ്റ് ഈ രണ്ട് ബിസിനസ്സുകളെ കുറിച്ചിട്ടാണ് എക്സ്ക്ലൂസീവ്ലി പറയുന്നത്. ഞാൻ ശ്രീലക്ഷ്മി, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. എന്നോടൊപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് രശ്മി ഉണ്ട്. രശ്മി, ഈ അടുത്ത് നമ്മുടെ ഓഫീസിൽ ഒരു നോട്ടീസായിട്ട് ഒരു ചേട്ടൻ വന്നിരുന്നില്ലേ, നമ്മളുടെ അടുത്ത് തട്ടുകടക്ക് ചെയ്യുന്ന ചേട്ടൻ. അപ്പോൾ ആൾക്ക് വർഷങ്ങളായിട്ട് അവിടെ ബിസിനസ് നടത്തുകയാണ്, നല്ല വോളിയം ഓഫ് ബിസിനസ് ഉണ്ട്, വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കാണ്. അപ്പോൾ ഈ അടുത്തൊക്കെ ആയിട്ട് എല്ലാവരും ഈ ഗൂഗിൾ പേയും മറ്റും ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ആൾക്ക് നല്ലപോലെ ട്രാൻസാക്ഷൻസ് ബാങ്ക് അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പാനിൽ നിന്നും ബാങ്ക് അക്കൗണ്ട് വഴി ആളുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ആൾക്ക് GST നോട്ടീസ് വന്നിരിക്കുകയാണ്. ആൾ എന്തുകൊണ്ട് രജിസ്ട്രേഷൻ എടുത്തില്ല, ഡീറ്റെയിൽസ് തരൂ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസ് വന്നേക്കാണ്. പാവം ആൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സാധാരണ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഒരു ചെറുകിട വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം GSTയെ കുറിച്ച് കുറച്ചൊരു കോമൺ ആയി നോളജ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇത്തരം GST നോട്ടീസുകളുടെ പുറകെ പോയി ടെൻഷൻ അടിച്ച് കുറേ സമയം കളഞ്ഞ് ഫൈൻ അടച്ച് പെനാൽറ്റി അടച്ച് വർഷങ്ങൾ പുറകിലുള്ള കണക്കുകളൊക്കെ ശരിയാക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നെന്ന് തോന്നുകയാണ്. മിക്കവർക്കും GST രജിസ്ട്രേഷൻ എപ്പോഴാണ് എടുക്കേണ്ടത്, ഞാൻ GSTയുടെ പരിധിയിൽ വരുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇല്ല. മാഡം പറഞ്ഞത് ശരിയാണ്. പലർക്കും അറിയില്ല GST രജിസ്ട്രേഷൻ എപ്പോഴാണ് എടുക്കേണ്ടത്. പലരും എത്ര ടേൺ ഓവർ എത്ര സെയിൽസ് കഴിഞ്ഞിട്ടാണ് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ആദ്യം തന്നെ എടുക്കണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരു കേരളത്തിലൊരു റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർ അവരുടെ സെയിൽസ് ഒരു 20 ലക്ഷം കടക്കാണെങ്കിൽ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കണം. പക്ഷെ പലരും തെറ്റിദ്ധരിച്ചേക്കുന്ന 40 ലക്ഷമാണ് ടേൺ ഓവർ എന്നൊക്കെയാണ്. പക്ഷേ 40 ലക്ഷം എന്ന് പറയുന്നത് ട്രേഡിംഗ് ഐറ്റത്തെ സംബന്ധിച്ചിട്ടാണ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണല്ലോ GST എന്ന് പറയുന്നത്. അതിൽ ഗുഡ്സ് കാറ്റഗറിയിൽപ്പെട്ട സാധാരണ നമ്മൾ കച്ചവടം ചെയ്യുന്നവരുണ്ടല്ലോ, ഒരു സാധനം വാങ്ങി വിൽക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ 40 ലക്ഷം ടേൺ ഓവർ മീൻസ് സെയിൽസ്. 40 ലക്ഷം വിറ്റുവരവ് കടന്നാൽ മാത്രം അവർക്ക് GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. പക്ഷേ GST നിയമത്തിൽ കാറ്ററിംഗ് റെസ്റ്റോറൻറ്റ് ഈ രണ്ട് ബിസിനസ്സുകാരും സർവീസ് സെക്ടറിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സപ്ലൈ സർവീസാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ലിമിറ്റ് 20 ലക്ഷം തന്നെയാണ്. ഇതുകൂടാതെ ചില സാഹചര്യങ്ങളിൽ നിർബന്ധമായിട്ട് ചിലപ്പോൾ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഇന്റർസ്റ്റേറ്റ് സെയിൽ നടത്തുന്ന കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ അവർ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കണം. ഇനി GST രജിസ്ട്രേഷൻ എടുക്കേണ്ട പരിധി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം വരിക ഏത് റേറ്റിലാണ് ടാക്സ് അടയ്ക്കേണ്ടി വരിക എന്നുള്ളതാണ്. ഇപ്പോൾ ചില കടകളിൽ നമ്മൾ പോകുമ്പോൾ 5% നമുക്ക് ബില്ല് കിട്ടും, ചിലതിൽ പോകുമ്പോൾ 18% കിട്ടും. അങ്ങനെ ഏത് റേറ്റിലാണ് ഞാൻ ടാക്സ് അടയ്ക്കേണ്ടി വരിക എന്നുള്ളതാണ് പിന്നെ അവരുടെ ചോദ്യം വരിക. നിലവിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിന് 2 റേറ്റാണ് വരുന്നത്. 5% ചിലർ വരും, 18% ചിലപ്പോൾ സെയിൽ വരും. ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് മാത്രം, സ്റ്റാൻഡ് അലോൺ ആയിട്ട് റെസ്റ്റോറൻറ്റ് മാത്രം നടത്തുന്ന ആൾക്കാരാണെങ്കിൽ 5% റേറ്റിലാണ് വരിക. ഇനിയിപ്പോൾ അടുത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹോട്ടലാണ് നടത്തുന്നുണ്ടെങ്കിൽ ഹോട്ടലിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻ്റ് ഒക്കെ നടത്തുന്ന കേസുകളിൽ ഒരു റൂമിൻ്റെ റെൻറ്റ് 7,500 രൂപേന് കൂടുതൽ വരാണെങ്കിൽ അവിടെ നടത്തുന്ന റെസ്റ്റോറൻറ്റുകൾക്ക് 18% വരാം. ബാക്കി 7,500 രൂപേനേക്കാളും താഴെയാണ് വരുന്നുണ്ടെങ്കിൽ ഈ 5% റേറ്റിൽ തന്നെയാണ് നമുക്ക് സെയിൽ കാണിക്കേണ്ടി വരാം. ഈ 7,500 രൂപേനേക്കാളും കൂടുതൽ വരുന്ന ഹോട്ടലുകൾ കാറ്ററിംഗ് ബിസിനസ് നടത്തുകയാണെങ്കിൽ അവർക്ക് 18% റേറ്റ് വരാം. ബാക്കി എല്ലാ കാറ്ററിംഗ് സർവീസിനും 5% വരുന്നത്. ഇപ്പം നമുക്ക് ചില സ്ഥലത്ത് 5% കാണാം, പലത്ത് നമ്മൾ ബില്ല് നോക്കുമ്പോൾ 18% കാണാം. ചില സ്ഥലത്ത് GST നമ്പർ ഉണ്ടാവും, പക്ഷെ നമുക്ക് GST റേറ്റോ കാര്യങ്ങളോ എമൗണ്ടോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതിലാണ് പിന്നെ ആൾക്കാർക്ക് ഡൗട്ട് വരുന്നത്, ഇപ്പൊ നമ്മൾ GST കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ലേ എന്നുള്ളത് ഒരു ഡൗട്ട് വരുന്നത്. രശ്മി പറഞ്ഞ പോലെ ചില ബില്ലുകളിൽ നമുക്ക് GST എമൗണ്ട് കാണാൻ പറ്റില്ല. അവിടെ GST നമ്പറൊക്കെ ഉണ്ടാവും, പക്ഷേ GST ആയിട്ട് പ്രത്യേകം ഒന്നും ചാർജ് ചെയ്തിട്ടുണ്ടാവില്ല. അത് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവർക്കാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക. നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കുന്ന ആ രജിസ്ട്രേഷൻ ഫോമിൽ തന്നെ ഉണ്ട് നമുക്ക് 2 തരം സ്കീമുണ്ട്, ഒന്ന് റെഗുലറും ഒന്ന് കോമ്പോസിഷനും. അപ്പോൾ എന്താണ് കോമ്പോസിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറുകിട ബിസിനസ്സുകാർക്ക്
പുതുതായിട്ട് ബിസിനസ് തുടങ്ങുന്നവരുടെയൊക്കെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് ഈ കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത്. 1.5 കോടിയിൽ താഴെ വിറ്റ് വരെ ഉള്ളവർക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം. അവർക്ക് മൊത്തം സെയിൽസിന്റെ ഒരു നിശ്ചിത ശതമാനം ടാക്സ് ആയിട്ട് അടച്ചാൽ മതി. റെഗുലർ സ്കീമുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഡീൽ ചെയ്യുന്ന ഐറ്റത്തിന്റെ പർട്ടിക്കുലർ ടാക്സ് റേറ്റ് അവർ കസ്റ്റമറുടെ നിന്ന് കളക്ട് ചെയ്ത് അടയ്ക്കുന്നു. ഇങ്ങനെയാണ് ഒരു കോമൺ വ്യൂ. റെസ്റ്റോറൻറ്റും കാറ്ററിംഗ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം കോമ്പോസിഷൻ സ്കീമായാലും റെഗുലർ സ്കീമായാലും 5% തന്നെയാണ് GST റേറ്റ്. ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്താലും പിന്നെ റെഗുലർ സ്കീം ഓപ്റ്റ് ചെയ്താലും പിന്നെ എന്താണ് വ്യത്യാസം എന്നാണ് ആളുകൾ ചോദിക്കണത്. അവർക്കറിയില്ല. ഇതിപ്പോൾ ഒരെണ്ണത്തിൽ കളക്ട് ചെയ്യാൻ കസ്റ്റമേഴ്സിൻ്റെ ഒരെണ്ണത്തിൽ കളക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ് ഈ ബെനിഫിറ്റ് എന്നുള്ളതാണ് അവർ കൂടുതലായിട്ട് ചോദിക്കുന്നത്. കോമ്പോസിഷൻ സ്കീമിൽ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ GST കളക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ കയ്യിൽ നിന്ന്, ആ സപ്ലയറുടെ കയ്യിൽ നിന്നാണ് ക്വാർട്ടർലി ആളുടെ സെയിൽ എത്രയാണ്, ടോട്ടൽ സെയിൽ എത്രയാണ്, ആ ടോട്ടൽ സെയിലിൻ്റെ 5% ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നത്. അത് ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് പോലെ വരാം. ആളുടെ കയ്യിൽ നിന്നാണ് അത് അടയ്ക്കുന്നത്, കസ്റ്റമറുടെ ആൾ കളക്ട് ചെയ്യണില്ല. പക്ഷേ റെഗുലർ സ്കീമിൽ ഈ 5% ഒരു ബില്ലിൽ കാണിച്ച് ആ ബില്ല് എമൗണ്ടിന്റെ ഉൾപ്പെടെ ഈ ടാക്സ് ഉൾപ്പെടെയാണ് കസ്റ്റമറുടെ കളക്ട് ചെയ്യുന്നത്. കസ്റ്റമറുടെ കളക്ട് ചെയ്യുന്ന പൈസ അവർ ഗവൺമെന്റ് അടയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് റെഗുലർ സ്കീം തന്നെയാണ് നല്ലതെന്നാണ് തോന്നുക. പക്ഷെ ചെറുകിട വ്യവസായികൾക്ക് എല്ലാ കേസിലും നമുക്ക് പറയാൻ പറ്റില്ല. ബിസിനസിന്റെ സ്വഭാവം അനുസരിച്ച് ചില സ്ഥലങ്ങളിൽ ബിസിനസ് ചെയ്യുന്നത്, ഉൾപ്രദേശങ്ങളിൽ ചെയ്യുന്നവരൊക്കെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്ക് കോമ്പോസിഷൻ ആയിരിക്കും ഒരു എളുപ്പമായിട്ട് തോന്നുക. കാരണം അവർക്ക് വേറെ ഒന്നും അറിയണ്ട, അവരുടെ ടോട്ടൽ സെയിൽ എത്രയാ, ടോട്ടൽ സെയിലിന്റെ 5% ഗവൺമെന്റിലേക്ക് ക്വാർട്ടർലി അടച്ചാൽ മതി. അപ്പോൾ ഫയലിങ്ങിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലൊക്കെയാണ് കോമ്പോസിഷൻ ഡീലേഴ്സിന് ഒരു ഇളവ് കിട്ടുക. റെഗുലർ സ്കീമുകാരെ കാട്ടിയും ഒരു ഇളവ് കിട്ടുക അവർക്ക് ഈ കാര്യങ്ങളിലൊക്കെയാണ്. കംപ്ലൈൻസ് കുറവാണ്. കംപ്ലയൻസ് ഇപ്പോൾ GST ഫയലിങ്ങിന്റെ കാര്യം എടുത്താൽ 4 റിട്ടേൺ ഫയൽ ചെയ്താൽ മതി കോമ്പോസിഷൻകാർക്കെങ്കിൽ. റെഗുലർ സ്കീംകാർക്ക് 12 മാസവും 2 റിട്ടേൺ വെച്ച് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ബെനിഫിറ്റ് ആണ് ഉള്ളത്. അത് ഓരോരുത്തരുടെ ബിസിനസിന്റെ സ്വഭാവം അനുസരിച്ച് അവർക്ക് സ്യൂട്ടബിൾ ആയത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് തിരഞ്ഞെടുക്കുമ്പോൾ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓരോ വർഷവും നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ഒരു റെഗുലർ സ്കീംകാർക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് തോന്നുകയാണ് എനിക്ക് കോമ്പോസിഷനാണ് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ മാർച്ചിൽ നമ്മൾ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ മാർച്ച് 31 മുന്നേ ആരെങ്കിലും കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതാണ്. മാഡം, പിന്നെ നമ്മൾ പല ക്ലയൻസും വന്ന് ചോദിക്കുന്നതാണ്, അവരിപ്പോൾ റെസ്റ്റോറൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ടി വരാം. ഇപ്പോൾ AC വാങ്ങണം, സ്റ്റൗ, അങ്ങനെ ഫർണിച്ചർ ഫിറ്റിങ്സ് ഒക്കെ വാങ്ങുമ്പോൾ അവർക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വരും. അവരപ്പോൾ അത് വാങ്ങാൻ വേണ്ടി കുറച്ച് ടാക്സ് അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഇവർ ഈ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ച് കിട്ടുമോ എന്നൊക്കെയുള്ള ചോദ്യമാണ് ചോദിക്കുക. വളരെ ശരിയാണ്. മിക്കവരുടെയും വിചാരം അവരടയ്ക്കുന്ന GST ഇവർ GST രജിസ്ട്രേഷൻ എടുത്താൽ തിരിച്ച് കിട്ടും എന്നാണ്. മിക്കവരുടെയും സംശയമല്ല, മിക്കവരും വിചാരിക്കുന്നത് അവർ GST ആയിട്ട് അടച്ച പൈസ, ബിസിനസിന്റെ തുടക്കത്തിലൊക്കെ അവർ ഒരുപാട് അസറ്റ് വാങ്ങിക്കുന്നു, അപ്പൊ അതിനൊക്കെ അടയ്ക്കുന്ന പൈസ GST ലയബിലിറ്റിയിൽ അവർക്ക് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് തിരിച്ച് പിടിക്കാൻ പറ്റും എന്നൊക്കെയാണ് പലരുടെയും ധാരണ. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മളൊരു ബിസിനസ്സിന് എലിജിബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളിൽ ടാക്സ് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് കസ്റ്റമറുടെ നിന്ന് കളക്ട് ചെയ്താണല്ലോ ഗവൺമെന്റിന് അടയ്ക്കുന്നത്. അപ്പോൾ ആ കസ്റ്റമറുടെ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് കുറച്ചിട്ട് ബാക്കിയെ ഗവൺമെന്റിന് നമുക്ക് അടയ്ക്കേണ്ടി വരാറുള്ളൂ. പക്ഷേ റെസ്റ്റോറൻറ്റ് കാറ്ററിംഗ് ബിസിനസ്സിൽ 5% ഓപ്റ്റ് ചെയ്യുന്നവരിൽ നമുക്ക് ഇതുപോലെ ക്രെഡിറ്റിന്റെ ആനുകൂല്യം കിട്ടില്ല. അതേസമയം 18% GST കൊടുക്കുന്ന രശ്മി നേരത്തെ പറഞ്ഞ കേസസ് ഉണ്ടല്ലോ, ഹോട്ടല് 7,500 കൂടുതൽ വാടക റൂം റെന്റുള്ള കേസിൽ അവർ 18% GST കളക്ട് ചെയ്യുന്ന, അവർക്ക് വാങ്ങുന്ന സാധനങ്ങളുടെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റും. അല്ലാത്തൊരു കേസിൽ 5% കേസിൽ നമുക്ക് ഈ ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. അത് കോമ്പോസിഷൻ ആയാലും പറ്റില്ല, റെഗുലർ ആയാലും പറ്റില്ല. 5% നമുക്ക് ടാക്സ് തന്നെയാണ് വരുന്നത്. പിന്നെ രശ്മി, വേറൊരു കോമൺ ആയിട്ട് സംശയം വരുന്നത്, ഇപ്പൊ നമ്മൾ തന്നെ ഒരുപാട് ഓർഡർ ചെയ്യും. നമ്മൾ സ്വിഗ്ഗി, സൊമാറ്റോ ഇതുപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുക. അപ്പൊ ആ കേസിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ റെസ്റ്റോറൻറ്റുകാർ എന്താണ് ചെയ്യേണ്ടി വരിക? അവരതെങ്ങനെയാണ് GSTയിൽ ഉൾപ്പെടുത്തേണ്ടത്? എല്ലാവരും കൂടുതലായിട്ട് ചെയ്യണത് ഈ സൊമാറ്റോ വഴി, സ്വിഗ്ഗി വഴിയൊക്കെയാണ് സെയിൽ നടത്തുന്നത്. അപ്പൊ ആ കേസിൽ എങ്ങനെ GST വരണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 5% കാറ്റഗറിയിൽ വരുന്ന റെസ്റ്റോറൻറ്റുകളാണെങ്കിൽ അതിന്റെ GST അടയ്ക്കേണ്ട ബാധ്യത വരുന്നത് ഈ ഇ-കൊമേഴ്സ്
പ്ലാറ്റ്ഫോമുകൾക്കാണ്. എന്ന് വെച്ചാൽ സ്വിഗ്ഗി സൊമാറ്റോ സ്ഥാപനം അവർക്കാണ് ഗവൺമെന്റിന് കസ്റ്റമേഴ്സിൻ്റെ GST കളക്ട് ചെയ്തിട്ട് അടയ്ക്കേണ്ടത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ 18% കാറ്റഗറിയിൽ വരുന്നത് ഈ സ്പെസിഫൈഡ് പ്രിമിസസിൽ നടത്തുന്ന റെസ്റ്റോറൻറ്റുകൾ ഉണ്ടല്ലോ, അവരുടെ കേസിൽ GST ബാധ്യത വരുന്നത് ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആൾക്കാർക്കാണ്, ഈ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ് ഗവൺമെന്റിന് GST ആയിട്ട് അടയ്ക്കേണ്ടത്. പക്ഷെ അവരുടെ ടോട്ടൽ സെയിൽസ് ആ വർഷത്തിൽ എടുക്കുമ്പോൾ ഈ സ്വിഗ്ഗി സൊമാറ്റോ വഴി നടത്തിയ സെയിൽസും കൂടി അവരുടെ ടോട്ടൽ ടേൺ ഓവറിൽ ഇൻക്ലൂഡ് ചെയ്യണം. അത് അവരുടെ സെയിൽസ് ആണല്ലോ. പക്ഷെ ടാക്സ് ബാധ്യത വരുന്നത്, GSTയുടെ ബാധ്യത വരുന്നത് ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്കാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ രശ്മി, നമ്മൾ ഇന്നാളിൽ നമ്മുടെ മറ്റേ കാറ്ററിംഗ് നടത്തുന്ന ആ ക്ലയൻറ്റ് വിളിച്ചിട്ട് ആളൊരു ഈവനിങ് ടൈമിലൊക്കെ വിളിച്ചിട്ട് നമ്മളടുത്ത് ചോദിക്കുകയാണ്, എങ്ങനെ GST ചെക്കിങ് ഉണ്ടായി, ഞങ്ങളുടെ 3 വണ്ടി ഉണ്ടായിരുന്നു, ഒരു അടുത്ത് കുറച്ച് ദൂരം ഒരു സദ്യക്ക് ആ സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു. അപ്പം പാത്രങ്ങളും വലിയ പാത്രങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു 2-3 വണ്ടി ഉണ്ടായി ഞങ്ങൾക്ക്. അപ്പോൾ ഇ-വേ ബില്ലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് GSTന്ന് പിടിച്ചു നിർത്തിയൊക്കെയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ, അതായത് ഒരു പ്രമൈസസിൽ നിന്ന് നമ്മൾ സപ്ലൈയുടെ ഭാഗമായിട്ട് ഒരിടത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോവാണ്. അപ്പോൾ GSTയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൽ നമ്മൾ ഇ-വേ ബില്ല് എടുക്കണമെന്നുള്ളതാണ്. അതിൽ തന്നെ എപ്പോഴാണ് ഇ-വേ ബില്ല് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണ മൂവ് ചെയ്യണ ഐറ്റത്തിൻ്റെ വാല്യൂ 50,000 കൂടുതലാണ് ഇൻവോയ്സ് വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ഇ-വേ ബില്ല് എടുത്തതിന് ശേഷം മാത്രമേ വണ്ടി വിടാൻ പാടുള്ളൂ. ആ ഇ-വേ ബില്ലിൻ്റെ ഒരു കോപ്പിയും ഇൻവോയ്സിൻ്റെ കോപ്പിയും ഈ ട്രാൻസ്പോർട്ടറുടെ കയ്യിൽ, ഏത് വെഹിക്കിളാണ് പോകുന്ന ആളുടെ ഒരു കോപ്പി നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഇ-വേ ബില്ലിൻ്റെ. അല്ലെങ്കിൽ വെറുതെ വഴിയിൽ പിടിച്ച് അതിനൊരു ഫൈൻ കൊടുത്ത് വേണ്ടി വരും നമ്മൾ പിന്നെ മൂവ് ചെയ്യാനായിട്ട്. ഇ-വേ ബില്ല് പോലെ തന്നെ ഇപ്പൊ പല ബിസിനസ് നടത്തുന്ന ആൾക്കാർക്കും ഡൗട്ട് വരുന്നതാണ്, അവർ ഇൻവോയ്സ് എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ എന്നുള്ളത്. ഈ റെസ്റ്റോറന്റ് ബിസിനസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ടേൺ ഓവർ 5 കോടി മേലെ വരികയാണെങ്കിൽ അവർ ഇൻവോയ്സ് എടുക്കണം. അതെ, രശ്മി പറഞ്ഞ പോലെ ഇൻവോയ്സ് എടുക്കണം. അത് B2B കസ്റ്റമേഴ്സിന് മാത്രം എടുത്താൽ മതി. B2B കസ്റ്റമർ എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടിയും GST ഉള്ളതാണെങ്കിൽ മാത്രമേ ഈ ഇൻവോയ്സ് മാൻഡേറ്ററി ഉള്ളൂ. നമ്മൾക്ക് രജിസ്ട്രേഷൻ ഉണ്ട്, പക്ഷെ മറ്റേ പാർട്ടിക്ക് രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ഇൻവോയ്സ് മാൻഡേറ്ററി അല്ല, എടുക്കേണ്ട ആവശ്യമില്ല. വലിയ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളമാണ്, അതായത് ഈ പറഞ്ഞല്ലോ 5 കോടിയിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ള കേസിൽ മാത്രമാണ് ഇൻവോയ്സ് മാൻഡേറ്ററി ആയിട്ട് വരുന്നുള്ളൂ. ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ സാധാരണ ചെയ്യുക, നമുക്ക് ബില്ലടിക്കണം, ബിൽ ബുക്ക് അടിക്കണം. അല്ലെങ്കിൽ മിക്കതും സോഫ്റ്റ്വെയർ ഒക്കെ ആയിരിക്കും. ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളിൽ അത്രയധികം ബില്ലുള്ളത് കാരണം സോഫ്റ്റ്വെയർ ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്ന ബില്ലെന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പോസിഷൻകാർക്കും റെഗുലർ സ്കീംകാർക്കും 2 തരത്തിലായിരിക്കും ഇൻവോയ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. റെഗുലർ സ്കീംകാർ ടാക്സ് ഇൻവോയ്സ് എന്നാണ് മാൻഡേറ്ററി ആയിട്ട് ആ ഇൻവോയ്സിൻ്റെ ഹെഡിങ് തന്നെ കൊടുക്കേണ്ടത്. അവർ GST കളക്ട് ചെയ്യുന്നതാണ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അത് 2.5% SGST, 2.5% CGST എന്ന് പറഞ്ഞ് 2 സെഗ്മെൻ്റായിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണം ഈ 5%. അതേസമയം കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ബിൽ ഓഫ് സപ്ലൈ എന്നാണ് ടാക്സ് ഇൻവോയ്സിന് പകരം അവരവിടെ ബിൽ ഓഫ് സപ്ലൈ എന്നാണ് കാണിക്കേണ്ടത്. കോമ്പോസിഷൻ സ്കീമുകാരുടെ ബിൽ ഓഫ് സപ്ലൈയിൽ നിർബന്ധമായിട്ടും ഒരു വേർഡിങ് ചേർക്കണം. അതായത് അവർ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്ത ടാക്സബിൾ പേഴ്സൺ ആണെന്നും അവർക്ക് GST കളക്ട് ചെയ്യാനുള്ള ലയബിലിറ്റി ഇല്ല എന്നുള്ളത് നിർബന്ധമായിട്ട് അവരത് കോട്ട് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പുതുതായിട്ട് GST രജിസ്ട്രേഷൻ എടുത്തവരും നിലവിൽ ബിസിനസ് ചെയ്യുന്നവരായാലും നമ്മളുടെ GST നമ്പർ നമ്മൾ ആ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് നമ്മളുടെ കസ്റ്റമർ കാണുന്ന തരത്തിൽ നമ്മളത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ GST എടുത്തിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ നമ്മളത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, നമ്മളിപ്പോൾ നമുക്ക് GST രജിസ്ട്രേഷനുള്ള ആളുകളുണ്ടാവുമല്ലോ ഈ ബിസിനസ് നടത്തുന്നത്, അവർ പോയിട്ട് ഇപ്പം എന്തെങ്കിലും ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പോയി ഫുഡ് കഴിക്കുക, എന്തെങ്കിലും ബിസിനസ് മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അവിടെ പോയി കഴിക്കുമ്പോൾ തന്നെ അവർക്കൊരു GST ബില്ലായിരിക്കുമല്ലോ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് ആ ടാക്സ് അടച്ചാൽ GST അടച്ചാൽ അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് കിട്ടുമെന്നുള്ളതാണ് ഒരു അടുത്ത ചോദ്യമായിട്ടുണ്ടാവുക. രശ്മി പറഞ്ഞത് ശരിയാണ്. ഇതിൽ പക്ഷെ നമുക്ക് ഫുഡ് ഐറ്റത്തിൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. കാരണം ഇതൊരു ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്ന കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ നമ്മൾ ബിസിനസ് ആവശ്യത്തിനായാലും നമ്മൾ ഓഫീസിൽ നിന്ന് ഒരു ഗെറ്റ് ടുഗദർ പോലെ എല്ലാവരും കൂടെ പോയി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചു, നമുക്കൊരു ഹ്യൂജ് ബില്ല് വന്നു, അതിന് GST എമൗണ്ട് വന്നു. അപ്പോൾ ഈ ബിസിനസ്സുകാർക്ക് GST നമ്പർ ഉള്ളതാണ്, അവർക്ക് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. കാരണം അത് സ്പെസിഫിക്കലി എടുക്കാൻ പറ്റാത്ത കാറ്റഗറിയിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് നാൾ മുന്നേ വരെ ന്യൂസിൽ നമ്മളൊരു വാർത്ത കണ്ടിരുന്നു. അതായത് ഹൈദരാബാദി ബിരിയാണി റെയ്ഡ് എന്ന
നമ്മൾ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അപ്പോൾ അതിലെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആ കാര്യം. ഹോട്ടലുകാരെന്താ ചെയ്യാന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടായിരിക്കുമല്ലോ ബില്ലിങ്. അപ്പോൾ ഒരു ഡേയിൽ സെയിൽ ഇങ്ങനെ ഫുൾ ആ സോഫ്റ്റ്വെയറിൽ കയറിയിട്ടുണ്ടാവും. ഡേ എൻഡിലാവുമ്പോൾ ഓണർക്കറിയാം ഓക്കെ ഇത്ര സെയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ ആ സോഫ്റ്റ്വെയറിൽ നിന്ന് കുറേ ബില്ലുകൾ ഡിലീറ്റ് ചെയ്തിട്ടാണ് GST ഫയലിങ്ങിനായിട്ട് ഒരു കണക്ക് വേറെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ സോഫ്റ്റ്വെയർ പ്രൊവൈഡേഴ്സിൻ്റെ അടുത്തുനിന്ന് ഈ ഡിലീറ്റ് ചെയ്ത ഡാറ്റ റിക്കവർ ചെയ്തിട്ട് ഇവരുടെ ആക്ച്വൽ സെയിൽസ് എടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിലൊരു ഹ്യൂജ് ടാക്സ് വെട്ടിപ്പ് കണ്ടിട്ട് അതൊരു കണ്ടിന്യൂസ് ഓപ്പറേഷനായിട്ട് ത്രൂ ഔട്ട് ഇന്ത്യ ഇനിഷ്യേറ്റ് ചെയ്യാനാണ് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലായിടത്തും റെയ്ഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കണക്ക് കാണിച്ച് GST ഫയൽ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഉണ്ടാവുന്ന വളരെ വലിയ ഫൈനും ഇൻട്രസ്റ്റും പെനാൽറ്റിയും ഒക്കെ ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ നിയമം അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ആവശ്യകരമായ ഒരു കാര്യമാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ അവർ ഇത്രയും നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ലാഭം പോകാൻ ഒരു നിമിഷം മതിയാവും. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർ ചിലപ്പോൾ വേഗം പോയി GST രജിസ്ട്രേഷൻ എടുക്കും. പക്ഷെ അതിനെ നമ്മൾ കംപ്ലൈ ചെയ്യണം. GST റെഗുലറായിട്ട് GST റിട്ടേൺ ഫയൽ ചെയ്യണം, കറക്റ്റായിട്ട് ടാക്സ് അടയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇതിനൊക്കെ ആയിട്ട് നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും നമുക്ക് അടയ്ക്കേണ്ടി വരാം. നിയമങ്ങളെ കുറിച്ച് അത്യാവശ്യം ഈ ബിസിനസ് നടത്തുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് രശ്മി നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റുന്നത് ഇതാണ് അല്ലേ? അതായത് ഈ നിയമങ്ങൾ, പൊതുവായ നിയമങ്ങൾ ഏത് ബിസിനസ്സുകാരും അറിഞ്ഞിരിക്കുക, എന്നിട്ട് അത് പ്രോപ്പറായിട്ട് കംപ്ലൈ ചെയ്തു പോവുക. സമയത്ത് GST രജിസ്ട്രേഷൻ എടുക്കുക, സ്കീം കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക, ഏത് സ്കീമാണോ ചൂസ് ചെയ്യുക അതിനനുസരിച്ചിട്ട് ബില്ലിംഗ് സോഫ്റ്റ്വെയറുകൾ കൊണ്ടുവരിക, കണക്കുകൾ കറക്റ്റ് സമയത്ത് ഫയൽ ചെയ്യുക, റിട്ടേണുകൾ മുടങ്ങാതെ ഫയൽ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഒരു വലിയൊരു ടെൻഷൻ ഒഴിവാവും. കാരണം കംപ്ലയൻസ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാം. ഒരു കാലത്തും തിരിഞ്ഞു പോയിട്ട് അതിൻ്റെ പഴയതിൻ്റെ ഇൻട്രസ്റ്റും പെനാൽറ്റിയും ചോദിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് വരില്ല. നിങ്ങളുടെ ലാഭം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. അപ്പോൾ അതുപോലെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക.